ഇതാണ് നമ്മളുടെ വീട്ടിൽ ഉള്ള മുജിനൂറിൻ്റെയും നുറസയുടെയും വീട്. മുജിനൂർ ഞങ്ങളെ വീട്ടിലേക്ക് ആസാമിലേക്ക് കൊണ്ടുവന്നു. ഒരു 10 ദിവസം ആസാമിലെ കാഴ്ചകളൊക്കെ കാണാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ മുജിനൂറിൻ്റെ വീട്ടിലേക്കുള്ള ഇതാണ് മുജിനൂറിൻ്റെ വീട്. ഞാൻ കാണിച്ചു തരാം മുജിനൂറിൻ്റെ വീട്. ഇവിടുത്തെ വീടുകളൊക്കെ ഇത് കണ്ട ഇങ്ങനെ ബാമ്പു ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. കുറേ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ചാണകമൊക്കെ മെഴുകി നല്ല ഭംഗിയിൽ ചെയ്യണ്ട. ഇവിടെ കറണ്ടൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാ മുറികളിലും ഫാനൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. നല്ല റൂമുകളും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പേരുണ്ട്. മുജിനൂറിൻ്റെ അപ്പപ്പ, അമ്മ, പിള്ളേരുകൾ, ഭയ്യ, ബഹൻ. ഇതാണ് നമ്മുടെ മുജിനൂർ. ഇത് വേറൊരു മുറിയാണിത്. ഇവിടെ ഫാനൊന്നുമില്ല, പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല വൃത്തിയായിട്ട് നല്ല താഴേക്ക് കണ്ട നല്ല ചാണകമൊക്കെ മെഴുകി നല്ല ഭംഗിയാണ്. ഇത് വേറൊരു റൂമാണ്. ഇവിടെ ഫാനൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ റൂമുകളുണ്ട്. പിന്നെ ഇവിടെ വേറൊരു റൂമാണ്. ഇവിടെ ഞങ്ങൾക്ക് വന്നപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ തന്നത്. ഈ മേശമേലിരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നു. ഇത് നോക്കി, ഇവിടെ ഫാനില്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ വീശാനായിട്ട് ഉപയോഗിക്കുന്ന വിശറിയാണിത്. ഇനി ഞാൻ അടുക്കള കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവരുടെ അടുക്കള. അതാണ് നമ്മുടെ നുറേസനെ കണ്ടോ. പിന്നെ അത് ഇവരിവിടെ ചായ ഉണ്ടാക്കണുണ്ടോ. ചായ, പാല്, ചായ. ഇവിടുത്തെ ഫുഡ് നോക്കിയേ. ഇതാണ് ഇവിടുത്തെ ഫുഡ്. കണ്ട ഇത് ഇവിടുത്തെ അടുക്കള. ഇത് നുറേസയുടെ അമ്മ. അല്ല, മുജിനൂറിന്റെ അമ്മ. നുറേസയുടെ അമ്മയുടെ അമ്മ. പിന്നെ മുജിനൂറിന്റെ പെങ്ങള്. അത് മുജിനൂറിന്റെ പെങ്ങള്. നല്ല ഭംഗിയല്ലേ കാണാൻ. സൂപ്പർ അടുക്കള. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പശുവിനെയൊക്കെ പുറത്തു കൊണ്ടുപോയി കെട്ടിയേക്കാണ്. ഇവിടെ 3 പശുവുണ്ട്. പശുവിനെ അവർ പുറത്തു കൊണ്ടുപോയി കെട്ടിയേക്കാണ്. ഇവിടെ ഇത് പശുവിൻ്റെ തൊഴുത്ത്. ആസാമിലാണ് അപ്പോൾ ഇത് സംഭവം. പശു ഉണ്ട്. പശു അവിടെയൊക്കെ പോയി നിൽക്കുകയാണ്. അവിടെ പശുവിനുള്ള തീറ്റ. പിന്നെ ഇവിടുത്തെ ബാത്റൂം. ഇതാണ് ബാത്റൂം. ഇവിടെ കുറേ ആടുകളൊക്കെ. ഇതിവിടെ ഇങ്ങനെ ഒരു സ്ഥലം. ഇതാ നോക്കി, നമ്മുടെ ജോൺസൺ അച്ഛൻ. ഷാജു എൻ്റെ കെട്ടിയോ. അത് മുജിനൂറിൻ്റെ ചേട്ടൻ. ആടുകൾ. ഇവിടെ കാണിച്ചിരുന്ന പശു ഉണ്ട്. ഇവിടെ നിറയെ പശു നിൽക്കാം. അതെ, പശു. ഈ പശുവിൻ്റെ ചാണകം കൊണ്ടാണ് അവർ അവിടെ താഴെയൊക്കെ മെഴുകിയേക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ചാണകം മെഴുകിയതൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് മുജിനൂറിൻ്റെ വീട്. അതവിടെ കാണുന്നത് അവരുടെ ബാത്റൂം. അത് കുളിക്കണ ബാത്റൂം. അത് വേറെ ബാത്റൂം. മുജിനൂറപ്പോൾ ഞങ്ങളെ ചായ കുടിക്കാൻ വിളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ ബൈ.